ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്ന എല്ലാവരും സുഖത്തോടും ക്ഷേമത്തോടും സന്തോഷത്തോടുമായിരിക്കുന്നു വിശ്വസിക്കുന്ന എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരു ഞായറാഴ്ചയുടെ പ്രഭാതം കൂടെ കർത്താവ് നമുക്ക് ദാനമായി തന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. ഒരു പ്രഭാത സന്ദേശവുമായി വീണ്ടും കടന്നു വരുവാൻ കർത്താവ് ഒരിക്കൽ സാവകാശത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ തമ്പുരാൻ എന്തെല്ലാം അറിയുന്നു, അതാ ഇന്നത്തെ വിഷയം. ദൈവത്തിന് സ്തോത്രം. അതിനാധാരമായിട്ട് ഒരു വാക്യം വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനം ദൈവത്തിന് സ്തോത്രം അതിൻ്റെ 1-ാം അധ്യായം 6-ാം വാക്യം വായിക്കുമ്പോൾ, യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു. ദൈവത്തിന് സ്തോത്രം. അതിലേക്കൊന്നും കൂടുതലായിട്ട് ഞാൻ പോകുന്നില്ല. ഈ സങ്കീർത്തനം നമുക്ക് വളരെ സുപരിചിതമായൊരു സങ്കീർത്തനമായി 1-ാം സങ്കീർത്തനം. ദൈവത്തിന് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയുക, യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. യഥാർത്ഥ നീതിമാനായിട്ട് ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ വഴിയെ അറിയുന്ന ദൈവം. ഹല്ലേലൂയ. നമ്മളെവിടെ പോകണം, എന്തായിത്തീരണം, എങ്ങനെ ആയിത്തീരണമെന്ന് വളരെ വാസ്തവമായി നല്ലവണ്ണം അറിയുന്ന ഒരു നല്ല കർത്താവ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറയുന്നത്, യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എന്നിട്ട് അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നവൻ ആറ്റിരിക്കത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലപാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ആരാ? നീതിമാൻ. ഹല്ലേലൂയ. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുന്നവൻ, രാപകൽ ധ്യാനിക്കുന്നവൻ, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കുമെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്ന. ദുഷ്ടന്മാരെക്കുറിച്ച് മേളി പറയുന്നു, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴി നിൽക്കാതെ, പരിഹാസരുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും ഇരിക്കുന്ന മനുഷ്യൻ അവനാ ഭാഗ്യവാൻ. ദൈവത്തിന് സ്തോത്രം. എന്നിട്ടാ പറയുന്നത്, യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു. ദുഷ്ടന്മാരുടെ വഴിയെക്കുറിച്ച് അവിടെ പറയുന്നത് അവർ നാശകരമാകുന്നു. ദുഷ്ടന്മാരുടെ വഴി നാശകരം എന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുക. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, നമ്മുടെ വഴിയെ അറിയുന്ന ഒരു നല്ല കർത്താവിനെ, പ്രിയമുള്ളവരെ നമ്മൾ ആരാധിക്കുന്ന. യോബിൻ്റെ പുസ്തകം ദൈവത്തിന് സ്തോത്രം 23-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് യോബിനെ കുറിച്ച് യോബ് പറയുന്ന ഒരു വാക്യമാണ് നമ്മളവിടെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. യോബിൻ്റെ പുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിലാണ് ദൈവത്തിന് സ്തോത്രം അവിടെ യോബ് തന്നെക്കുറിച്ച് പ്രസ്താവിച്ചിരിക്കുന്ന ഒരു വാക്യം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അരച്ച താഴ്ചയമെടുക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നീതിമാന്മാരുടെ വഴി അറിയുന്ന ദൈവം. ദൈവത്തിന് സ്തോത്രം. യോബ് അവിടെ പറയുന്നത് എന്തുവാ? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു. എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരുമെന്ന് കർത്താവ്. നമുക്കറിയാം യോബിൻ്റെ ജീവിതത്തിൽ നേരിട്ടതായ വലിയ പ്രതിസന്ധി. ഹല്ലേലൂയ. വലിയ പ്രതിസന്ധിയിൽ കൂടി യോബ് കടന്നു പോയപ്പോൾ യോബിൻ്റെ സ്നേഹിതന്മാർ വന്നിട്ട് അവനെ ആശ്വസിപ്പിക്കാൻ വന്നവർ അവനെതിരെ കുത്തുവാക്കുകൾ പറഞ്ഞ് അവനെ വേദനിപ്പിക്കുമ്പോൾ അവരോട് ദൈവത്തിന് സ്തോത്രം യോബ് പറയുന്നത്, എന്നാൽ ഞാൻ നടക്കുന്ന വഴി ഹല്ലേലൂയ അവൻ അറിയുന്നു. ആരറിയുന്നു? തമ്പുരാൻ അറിയുന്നു. നീതിമാന്റെ വഴി ഞാൻ വായിച്ചല്ലോ, യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു. ഹല്ലേലൂയ. വളരെ വ്യക്തമായി ശക്തമായിട്ട് ഇവിടെ പറയുകയാണ്, ഞാൻ നടക്കുന്ന വഴി ആരറിയുന്നു? ദൈവം തമ്പുരാൻ അറിയുന്നു. എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ. വളരെ ദൈവത്തിന് സ്തോത്രം. യോബിന് ഹല്ലേലൂയ ഒരു വലിയ നിശ്ചയമുണ്ടായിരുന്നു. എന്നെ ശോധന കഴിച്ചാൽ, ഈ കഷ്ടതയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പൊന്നുപോലെ പുറത്തു വരുന്ന ഒരു സമയമുണ്ട്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, കഷ്ടതയും വേദനയും രോഗവും ദുഃഖവും ഒക്കെ ദൈവത്തിന് സ്തോത്രം അല്പസമയത്തേക്കേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. നീതിമാനായി നീ ജീവിച്ചാൽ നിനക്ക് വേണ്ടി കർത്താവ് നീ അതൊക്കെ കഴിഞ്ഞ് പൊന്നുപോലെ പുറത്തു വരുമെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുക. നീതിമാന്മാരുടെ വഴിയെ വളരെ വാസ്തവമായി അറിയുന്ന ഒരു നല്ല കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അതുകൊണ്ട് യോബ് ഇവിടെ പറയുന്നത്, ഹല്ലേലൂയ, ദൈവം എൻ്റെ വഴി അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു. ഹല്ലേലൂയ. എൻ്റെ വഴി വാസ്തവമായി അറിയുന്ന ഒരു നല്ല കർത്താവ്. ദൈവത്തിന് സ്തോത്രം. എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരുമെന്ന് ഹല്ലേലൂയ. ആ ഒരു വലിയ വിശ്വാസം യോബിനുണ്ടായിരുന്നു. ഇതൊക്കെ ഹല്ലേലൂയ തൻ്റെ ഭാര്യ തന്നെ പറഞ്ഞു, നീ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം യേശു കർത്താവിനെ തള്ളി പറഞ്ഞിട്ട് മരിച്ചു കളയാൻ. എന്നിട്ട് ഭാര്യയോട് പോലും താൻ പറയുന്ന ഒരു വാക്യത, ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്നു. നമുക്കറിയാം ചാരത്തിൽ ഇരുന്ന്
കാരണം ഇങ്ങനെ ചിരണ്ടിക്കൊണ്ടിരിക്കുന്ന യോബിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവിടെ ഒന്നും യോബ് പാപം ചെയ്തില്ല എന്ന് ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. അതുകൊണ്ട് യോബിൻ്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത്? ദൈവത്തിന് സ്തോത്രം. യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം വായിക്കുമ്പോൾ യോബ് പറയുകയാണ്, ഹല്ലേലൂയ, നിനക്ക് സകലതും കഴിയുമെന്നും നിൻ്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്ന് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. യോബ് പറയുക, ഞാൻ അറിയുന്ന ഒരു കാര്യം എന്താ? ഹല്ലേലൂയ. എന്നെക്കുറിച്ച് തമ്പുരാൻ അറിയുന്നെങ്കിൽ ഞാൻ കർത്താവിനെക്കുറിച്ച് അറിയുന്ന ഒരു കാര്യം എന്താ? ദൈവത്തിന് സ്തോത്രം. നിനക്ക് സകലതും കഴിയും. ഹല്ലേലൂയ. നിൻ്റെ ഉദ്ദേശമൊന്നും ഹല്ലേലൂയ അസാധ്യമല്ലെന്ന് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. ആ ഒരു അറിവ് നമുക്കുണ്ടായിരിക്കണം പ്രിയമുള്ളവരെ. നമ്മളെ നന്നായി അറിയുന്ന, നമ്മെ നന്നായി കരുതുന്ന ഒരു നല്ല കർത്താവ്. ഹല്ലേലൂയ. ആ കർത്താവ് നമ്മളെ അറിയുന്നുവെങ്കിൽ നമുക്ക് കർത്താവിനെ കുറിച്ച് ഒരു അറിവുണ്ടായിരിക്കണം. എന്താ? നിനക്ക് സകലതും കഴിയും, നിൻ്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ല. ദൈവത്തിന് സ്തോത്രം. സകലതും കഴിയുന്ന കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. സകലതും ഹല്ലേലൂയ കഴിയുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. 44-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, ഹൃദയത്തിലെ രഹസ്യങ്ങളെ അറിയുന്ന ഒരു കർത്താവ്. 44-ന്റെ ഹല്ലേലൂയ 21-ാം വാക്യം. ഹല്ലേലൂയ 44-ന്റെ 21-ാം വാക്യം. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവം അത് ശോധന ചെയ്യാതിരിക്കുമോ? അവൻ ഹൃദയത്തിലെ രഹസ്യങ്ങളെ അറിയുന്നുവല്ലോ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഹൃദയത്തിലെ രഹസ്യങ്ങളെ അറിയുന്ന ഒരു കർത്താവ്. നമ്മളോർക്കും ആരും അറിയുന്നില്ലെന്ന്. എന്നാൽ പ്രിയമുള്ളവരെ, വാസ്തവമായി ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തിലെ രഹസ്യങ്ങളെ അറിയുന്ന ഒരു നല്ല കർത്താവ്. ആ കർത്താവിനെ ആരാധിക്കുന്നത്. പിന്നെ പറയുന്നു 103-ാം സങ്കീർത്തനം 14-ാം വാക്യം വായിക്കുമ്പോൾ നമ്മുടെ പ്രകൃതി അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നാഗൂം പ്രവാചകൻ വിളിച്ചു പറയുകയാണ്, തങ്കൽ ആശ്രയിക്കുന്നവരെ അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു വാക്യമോ. തങ്കൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. ആരാ കർത്താവിൽ ആശ്രയിക്കുന്നത്? അവരെ നന്നായി അറിയുന്ന ഒരു കർത്താവ്. പ്രിയമുള്ളവരെ, ദൈവത്തിലാണോ ആശ്രയം വെച്ചിരിക്കുന്നത്? ദൈവത്തിലാണോ നമ്മുടെ ആശ്രയം വെച്ചിരിക്കുന്നത്? നമ്മളെ നന്നായി അറിയുന്ന ഒരു കർത്താവ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് നാഗൂൻ പ്രവാചകൻ വളരെ വ്യക്തമായിട്ട് വിളിച്ചു പറയുന്നത്, തങ്കൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് തങ്കൽ ആശ്രയിക്കുന്നവരെ അറിയുന്നവൻ. ഇങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നത്, നമ്മുടെ കർത്താവ് യഹോവ നല്ലവനും കഷ്ട ദിവസത്തിൽ ശരണവുമാകുന്നു. തങ്കൽ ആശ്രയിക്കുന്നവരെ അറിയുന്നു. എന്താ? അവൻ നല്ലവനാ. കഷ്ടദിവസത്തിൽ നമുക്ക് ശരണമാ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ആശ്രയമാ. തങ്കൽ ആശ്രയിക്കുന്നവരെ ഞാൻ അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. കഷ്ടദിവസത്തിൽ നമ്മുടെ കൂടെ ഇരിക്കുന്ന നല്ലൊരു കർത്താവിനെയാ പ്രിയമുള്ളവരെ നമ്മൾ ആരാധിക്കുന്നത്. രാവിലെ മറന്നു പോകരുത്. വാസ്തവമായി നമ്മളെ അറിയുന്നവൻ, നമ്മുടെ അവസ്ഥകൾ അറിയുന്നവൻ, നമ്മുടെ വേദനകൾ അറിയുന്നവൻ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ അറിയുന്നവൻ, നീതിമാന്മാരുടെ വഴി അറിയുന്നു. അതുകൊണ്ട് യോബ് പറയുന്നത്, ഹല്ലേലൂയ, അവൻ എൻ്റെ വഴി അറിയുന്നു. അല്ല, ഞാൻ ഹല്ലേലൂയ ദൈവത്തിന് അവനെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്ത് വരുമെന്ന് യോബിന് ധൈര്യത്തോട് പറയുവാൻ കഴിയുന്നതിൻ്റെ കാരണം ഹല്ലേലൂയ നീതിമാന്മാരുടെ വഴി ദൈവം അറിയുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ പറയുന്നു, നാഗൂൻ പ്രവാചകൻ വിളിച്ചു പറയുന്നു, കഷ്ട ദിവസത്തിൽ ശരണമാകുന്നു. യഹോവ നല്ലവനാണ്. കഷ്ട ദിവസത്തിൽ ശരണമാ. തങ്കൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. ഹല്ലേലൂയ. നമ്മൾ കർത്താവിലാണോ ആശ്രയം വെച്ചിരിക്കുന്നത്? നമ്മളെ നല്ലവണ്ണം അറിയുന്ന ഒരു കർത്താവുണ്ട്. നമ്മളോർക്കും ആരും നമ്മളെ അറിയുന്നില്ലെന്ന്. എന്നാൽ നമ്മളെ അറിയുന്ന ഒരുവനുണ്ടെന്ന് ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് വളരെ വ്യക്തമായിട്ട് ഈ വചനത്തിൽ കൂടി പറയുക. പ്രിയമുള്ളവരെ, മറ്റുള്ളവർ നമ്മെ മറന്നാലും, സ്നേഹിതന്മാർ മറന്നാലും, ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം, മറ്റുള്ളവർ ബന്ധുക്കൾ മറന്നാലും നമ്മളെ മറക്കാത്ത, നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. ആ കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അവൻ നമ്മളെ അറിയുന്നു. തനിക്കുള്ളവരെ അറിയുന്നെന്ന 2 തീമോഥെയോസ് 2:19 വായിക്കുമ്പോൾ തനിക്കുള്ളവരെ അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. തനിക്കുള്ളവരെ പുറത്ത്, ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം, പുറത്ത് കൊണ്ടുവന്നിട്ട് അവർക്ക് മുമ്പായി നടക്കുന്ന, തനിക്കുള്ളവരെ യഥാർത്ഥമായി അറിയുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ. തനിക്കുള്ളവരെ അറിയുന്നെന്ന് തീമോഥെയോസിനോട് പൗലോസ് തീമോഥെയോസിന് ലേഖനം എഴുതിയപ്പോൾ തീമോഥെയോസിനെ ഓർപ്പിക്കുക, തനിക്കുള്ളവരെ അറിയുന്ന, നിന്നെയും അറിയുന്ന ഒരു നല്ല കർത്താവ്. ഹല്ലേലൂയ. നല്ല ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അറിയുന്നവൻ, നമ്മുടെ നിരൂപണങ്ങളെ അറിയുന്നവൻ. 139-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ നിരൂപണങ്ങളെ ഹല്ലേലൂയ അവൻ വളരെ നന്നായി അറിയുന്നു. നമ്മളെ എഴുന്നേൽക്കുന്നതും കിടക്കുന്നതും എഴുന്നേൽക്കുന്നതും എല്ലാം അറിയുന്നവൻ. ദൈവത്തിന് സ്തോത്രം.
ആ കർത്താവിനെ പ്രിയമുള്ളവരെ നമ്മൾ ആരാധിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഭക്തന്മാരുടെ പരീക്ഷയിൽ അവരെ വിടിവിപ്പാൻ അറിയുന്നെന്ന് 2 പത്രോസ് 2:6 വായിക്കുമ്പോൾ തൻ്റെ ഭക്തന്മാരെ വിടിവിപ്പാൻ ഇറങ്ങി വന്ന് അവരുടെ പരീക്ഷയിൽ ഹല്ലേലൂയ അവരെ അറിയുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ അവരെ വിടിവിപ്പാൻ ഇറങ്ങി വരുന്നവൻ. ദൈവത്തിന് സ്തോത്രം. ആ കർത്താവിനെ നമ്മൾ ആരാധിക്കുന്നത്. മത്തായി സുവിശേഷം പറയുന്നു, ദൈവത്തിന് സ്തോത്രം, നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്തെന്ന് അറിയുന്നു. ഹല്ലേലൂയ അന്നന്ന് നിങ്ങൾക്ക് വേണ്ടുന്നത് എന്തെന്ന് അറിയുന്ന 6-ാം അധ്യായം മത്തായി സുവിശേഷം 8-ാം വാക്യം തൻ ഗിരിപ്രഭാഷണത്തിൽ ഹല്ലേലൂയ പ്രഭാഷണത്തിൽ ദൈവം ഹല്ലേലൂയ ദൈവം നമുക്കറിയാം 5, 6, 7 അധ്യായം കർത്താവിൻ്റെ ഗിരിപ്രഭാഷണമാണ്. അവിടെ കർത്താവ് പറയുന്നു, നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്തെന്നറിയുന്നു. ഹല്ലേലൂയ നന്നായി അറിയുന്ന കർത്താവ്, നമ്മളെ നന്നായി മനസ്സിലാക്കുന്ന കർത്താവ്. ആ കർത്താവിനെ നമ്മൾ ആരാധിക്കുന്നത്. ഇന്ന് രാവിലെ മറന്നു പോകരുത് പ്രിയമുള്ളവരെ. നമ്മളെ നന്നായി അറിയുന്നവൻ, നമ്മുടെ അവസ്ഥകൾ നന്നായി അറിയുന്നവൻ, നമ്മുടെ വേദനകൾ നന്നായി അറിയുന്നവൻ. ഹല്ലേലൂയ ആരും നമ്മളെ അറിഞ്ഞില്ലെങ്കിലും നമ്മളെ അറിയുന്ന ഒരുവനുണ്ട്. ആ ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത് മറക്കല്ലേ. ഹല്ലേലൂയ ആ ദൈവത്തിൻ്റെ സന്നിധി നമ്മളെ തന്നെ സമർപ്പിക്കാം. ഈ വചനങ്ങൾ ആ ദൈവം സഹായിക്കട്ടെ. പരിശുദ്ധ കർത്താവേ, ഞങ്ങളെ നന്നായി അറിയുന്ന ഒരു കർത്താവിനെയാണല്ലോ ഞങ്ങൾ ആരാധിക്കുന്നത്. ഹല്ലേലൂയ മറ്റുള്ളവരെ ഹല്ലേലൂയ ആരും ഞങ്ങളെ അറിഞ്ഞില്ലെങ്കിലും ഞങ്ങളെ അറിയുന്ന ഒരു കർത്താവുണ്ടെന്ന് വളരെ വ്യക്തമായി വചനത്തിൽ കൂടി ഞങ്ങളോട് സംസാരിച്ചല്ലോ. നീതിമാന്മാരുടെ വഴി അറിയുന്നു. അതുകൊണ്ട് അയ്യോ പറയുന്നത്, അവൻ എന്നെ അറിഞ്ഞാൽ അറിയുന്നു. അതുകൊണ്ട് ഞാൻ പൊന്നുപോലെ എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. ഏത് പ്രതികൂലത്തിൻ്റെയും പ്രശ്നങ്ങളെയും കഷ്ടതയുടെയും നടുവിൽ കൂടി കടന്നു പോയാലും പൊന്നുപോലെ പുറത്തു വരുന്ന ഒരു സമയമുണ്ട്. ഞങ്ങളെ നന്നായി അറിയുന്നവൻ. എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട് സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ. സ്തോത്രം.